മോശ കൈ നീട്ടിയപ്പോൾ ശക്തിയേറിയ കിഴക്കൻ കാറ്റടിച്ചു, ചെങ്കടൽ രണ്ടായി. ശ്രദ്ധിച്ചോണേ, ചെങ്കടൽ രണ്ടായി. ഇത് കണ്ടത് ഇസ്രായേൽ മക്കളാണ്. പക്ഷേ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചൊരു വേർഡുണ്ട്, എത്ര പേർക്ക് കാണാനറിയാമെന്നറിയത്തില്ല. താൻ മോശയുടെ വലം കൈക്കൽ തൻ്റെ മഹത്വമുള്ള ഭുജം ദൈവം ഇറക്കുമാറാക്കി. എന്താ അതിനർത്ഥം എന്നറിയാമോ? ദൃശ്യമായി നീ കണ്ടത് മോശയുടെ കരമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ. ഓ, ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ഞാൻ ദൂത് കൈമാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വ്യക്തി അല്ല നിന്റെ വിടുതലിന് കാരണമായത്, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ദൂതിന് ആമേൻ പറയാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകുമെങ്കിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. നീ കരമുയർത്തുമ്പോൾ നിന്റെ കരത്തിലകത്ത് അവന്റെ മഹത്വമുള്ള ഭുജം. ദൈവകൃപയിൽ ആശ്രയിച്ച് അഭിഷക്തൻ പറഞ്ഞു, നാളെ മുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന്. യെശയ്യാ 53 അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വേർഡുണ്ട്. ആമേൻ.